മാതൃഭൂമി ദിനപത്രത്തിലെ ഡോക്ടർ ശശി തരൂരിൻ്റെ ഒരു ലേഖനമുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ട് നമ്മളുടെ ശബ്ദം ഉയരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തണം എന്നാണ് അതിനകത്ത് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഈ ലേഖനം ഡോക്ടർ തരൂർ എഴുതിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുതിയ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഭാരതത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ ഭാരതത്തിൽ നിന്ന് അമേരിക്കയിൽ ചെന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കക്കാരായി ഇപ്പം ജീവിക്കുന്ന ഭാരതീയർ, അമേരിക്കയിലെ ഭാരതീയ സമൂഹം നിശബ്ദമായിരിക്കുന്നു, പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ ശശി തരൂരിൻ്റെ പരാതി. അതിന് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ നിശബ്ദത അപകടകരമായ ഒരു നിശബ്ദതയാണ് സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അത് ഡോക്ടർ തരൂർ ആ ചോദ്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന്. എനിക്ക് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ശശി തരൂരിൻ്റെ മകന് ഒരു അമേരിക്കൻ പൗരത്വം കിട്ടിയതിനെ ആഘോഷിച്ചതാണ് അച്ഛനും മകനും. വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പൗരത്വം കിട്ടിയെന്ന് പറഞ്ഞ് മകനും ആഹ്ലാദിക്കുകയായിരുന്നു, ശശി തരൂരും അർമാദിക്കുകയായിരുന്നു. സ്വന്തം മകന് ഭാരതം വേണ്ട, അമേരിക്കൻ പൗരത്വം മതി എന്ന് കണക്കാക്കിയ ഒരച്ഛൻ്റെ ഈ വിലാപത്തില്, ഈ ഉത്കണ്ഠയില് എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. അങ്ങൊന്ന് മനസ്സിലാക്കണം. ശശി തരൂരിൻ്റെ കുട്ടികളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാൻ ഓർക്കുന്നു. അമ്മ, ശശി തരൂരിൻ്റെ വൈഫ്, അന്നത്തെ കാലത്തെ അവര് അമേരിക്കയിൽ താമസിക്കുന്ന കാലത്ത് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്താണ് മക്കളെ വളർത്തിയെന്നാണ്. അങ്ങനെ ആലോചിക്കണം, എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? വളരുന്ന കാലത്ത് കുട്ടികളെ അമേരിക്കയുമായി ചേർത്ത് നിൽക്കാനായിരുന്നുവെന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം എൻ്റെ തന്നെ ഒരു പുസ്തകമുണ്ട്, ഖിലാഫത്തിൽ നിന്ന് അമൃതകാലം വരെ. ആ പുസ്തകത്തിൽ ഞാനൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അമേരിക്കൻ സ്വത്വ തനിമ, അമേരിക്കൻ ദേശീയതയുടെ വികാരം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദ്യത്തിന് ഡോക്ടർ സാമുവൽ ഹെമിംഗ്ടൺ ഹൂ ആർ വി, അമേരിക്കയെക്കുറിച്ചാണ് എന്ന ചോദ്യത്തിന് വേണ്ട ഉത്തരമാണ്. ഹെമിംഗ്ടൺ തന്നെ ക്രിസ്ത്യനല്ല, യഹൂദനാണ്. ആ ഡോക്ടർ സാമുവൽ ഹെമിംഗ്ടൺ ഹൂ ആർ വിയിൽ പറഞ്ഞത്, we are a nation of white Anglo-Saxon Protestant English speaking people എന്നാ പറഞ്ഞത്. അതായത് വർണ്ണം കൊണ്ട്, നിറം കൊണ്ട് വെളുത്തവരും ആംഗ്ലോ സാക്സൺ വംശജരും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെമായ ആളുകളുടെ നാടാണ് അമേരിക്ക എന്നാണ് ഡോക്ടർ സാമുവൽ ഹെമിംഗ്ടൺ പറഞ്ഞത്. അമേരിക്കയുടെ ദേശീയതാ സങ്കല്പം അത് തന്നെയാണ്. ഇവിടെ മറ്റുള്ളവർ താമസിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അവർക്ക് താമസിക്കാം, അത് തന്നെ അദ്ദേഹം പറഞ്ഞത്. പൗരത്വമാകാം, അവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷെ അമേരിക്കയുടെ സെൽഫ്ഹുഡ്, സ്വത്വ തനിമ എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെയാണ് സ്വന്തം മകനെ ബൈബിൾ കഥകൾ കൊടുത്ത് പഠിപ്പിച്ച അമ്മയുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഡോക്ടർ തരൂറിന്റെ മകൻ അമേരിക്കയിലെ പൗരത്വം എടുത്ത് അങ്ങനെ അവിടെ സുഖമായി ജീവിക്കുമ്പം തരൂർ ഇങ്ങനെ ഉത്കണ്ഠ പറയുന്നത് എന്താ? നിശബ്ദമായിട്ട് മറ്റുള്ളവർ ഇരിക്കുന്നത് പോലും. എന്തുകൊണ്ട് ഡോക്ടർ ശശി തരൂരിന്റെ മകന്റെ നേതൃത്വത്തിൽ അതൊരാവശ്യമാണെങ്കിൽ അമേരിക്കയിൽ പ്രതികരണം സാധിക്കുന്നില്ല, പരിശ്രമിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയും
കാര്യത്തിന്റെ മറ്റു വശത്തിലേക്ക് വരാം. അവിടെ ഈ ലേഖനത്തില് ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, തലമുറ മാറ്റവും കൂറും. അതായത് ഒരു തലമുറ മാറി അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു തലമുറ മാറി അടുത്ത തലമുറ വരുമ്പം അവർക്ക് തൻ്റെ മാതാപിതാക്കളുടെ രാജ്യവും വല്ലപ്പോഴും പോയി കാണുന്ന സ്ഥലവും മാത്രമാണ് ഭാരതം. ഭാരതമായിട്ട് അവർക്ക് വലിയ വൈകാരിക ബന്ധവുമൊന്നുമില്ല. അതാണ് ഒരു കാരണം ഡോക്ടർ തരൂർ സൂചിപ്പിക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും ബാധകമല്ലെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, പ്രധാനമായും എടുത്ത വിഷയങ്ങളൊന്ന് ടാരിഫ്, 2 H1B വിസ. ടാരിഫിന്റെ കാര്യത്തിലും H1B വിസയുടെ കാര്യത്തിലും ഒക്കെ ഭാരതം പക്വതയോടുകൂടിയുള്ള സമീപനത്തോടുകൂടി ഭാരത സർക്കാരും ജനങ്ങളും പൊതുവെ തന്നെ കാലങ്ങളായിട്ടുള്ള അമേരിക്കകളുടെ ബന്ധം വഷളാക്കാതെ അതിനെ പരിഹരിക്കുന്നതിനുള്ള ശ്രദ്ധാപൂർവമുള്ള പരിശ്രമത്തിലാണിപ്പം. ആ സന്ദർഭത്തിൽ അമേരിക്കയിലുള്ള ഭാരതീയർ നിശബ്ദരാകരുതെന്നും സമ്മർദ്ദം ചെലുത്തണമെന്നും പറയുന്നതൊക്കെ കേൾക്കുമ്പം അതിൻ്റെ പിന്നിലെ ലക്ഷ്യം പോലും എനിക്ക് കൃത്യമായും സംശയമുണ്ട്. ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തവും ഒരു പരിധിവരെ ധിക്കാരപരവുമായ നിലപാടെടുക്കണമെന്ന് രാഹുൽ ആഗ്രഹിക്കുന്ന, നിർദ്ദേശിക്കുന്ന, ഉപദേശിക്കുന്ന അതേ ശൈലിയിലാണോ അമേരിക്കയെയും ഭാരതത്തെയും തമ്മിൽ കൂടുതൽ അകറ്റുന്നതിനുള്ള സാധ്യത തേടുകയാണോ ഡോക്ടർ ശശി തരൂർ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാനിനി അവിടെയുള്ള കാര്യം പറയുക. ശരിയാണ്, അമേരിക്കയിൽ ചെന്നവര് നമ്മളൊരുമാതിരി ബസ്സെ കയറിയത് പോലെയാണ്. തിരക്കുള്ള ബസ്സിലോ ട്രെയിനോ നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ടക്ടർ ബെല്ലടിച്ച് വിടണം. വേറെ ആരും കയറിയില്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് പോകണം. ഇതാണ് പൊതുവെ മനുഷ്യന്റെ ധാരണ. അമേരിക്കയിലേക്ക് പോകുന്നവർക്കും അമേരിക്കയിൽ കുടിയേറി കഴിഞ്ഞവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടാവാം. ഉദാഹരണത്തിന് ഈ H1B വിസ 75% ഭാരതീയർ കിട്ടുന്നതാണ് പറഞ്ഞത്. അത് കിട്ടുന്നത്, അത്രയും പേർക്ക് തൊഴിൽ കിട്ടുന്നത് അമേരിക്കയിലെ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നൊരു പരാതിയുണ്ട്. അങ്ങനെ പറയുമ്പം അമേരിക്കയിൽ പൗരത്വം കിട്ടിക്കഴിഞ്ഞ തരൂറിന്റെ മകനെ പോലുള്ളവരുടെ മക്കൾക്ക് അവർക്കും തൊഴിൽ നഷ്ടം വരും. H1Bയിൽ റെസ്ട്രിക്ഷൻ വരുന്നതാണ് നല്ലതെന്ന് അവരും കരുതും. പിന്നെ വേറൊരു കൂട്ടര്, അതാണ് അധികവും, അവിടെ ചെന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കി അവിടുത്തെ പൊതു ഇടങ്ങളിൽ, ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും അനാവശ്യമായി പ്രശ്നം സൃഷ്ടിച്ചിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ആരും തയ്യാറാവില്ല. അത് ബുദ്ധിപൂർവമല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് തൊഴിൽ നാളെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ അവസരം മുതലെടുത്ത് പോയി. നാളെ ഒരിക്കൽ നമ്മൾ കുടിയേറിയ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എത്തിയ ആ സ്ഥലത്തെ സാഹചര്യം മാറുകയും നാട്ടുകാർക്ക് തൊഴിലാത്ത അവസ്ഥയും വരികയും ചെയ്തു കഴിഞ്ഞാൽ അവര് ആ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പ്രതിരോധം തീർക്കാൻ പോയാൽ ഉള്ള അവസരങ്ങളും കൂടെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും ഫലം. പിന്നെ ചെയ്യാവുന്നത്, നമ്മൾ അങ്ങനെ കയറിപ്പോയവര്, അങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞവര്, അത് പണ്ട് തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമാണ്. അതെന്താന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിന്റെ ഭാവി ഏതാണ്ട് സുരക്ഷിതമാക്കുന്ന സന്ദർഭം കഴിയുമ്പം അത്യാവശ്യം തിരിച്ചു വന്നാലും ജീവിക്കാം എന്നുള്ള പരിതസ്ഥിതി ആയിക്കഴിയുമ്പം തിരിച്ചു പോകുന്നതിനുള്ള റിവേഴ്സ് മൈഗ്രേഷൻ, തിരിച്ച് ജനിച്ച നാട്ടിലേക്ക് വരിക, ഇവിടെ എന്തെങ്കിലും കഴിയുന്ന സംരംഭങ്ങളിൽ ഏർപ്പെടുക, ഇല്ലെങ്കിൽ കൊണ്ടുവരുന്ന പണം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ഇവിടെ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട്
ഉണ്ടാക്കിയിട്ട് ഭൂമിയോ എന്തെങ്കിലും അസറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റീമോണിറ്റൈസ് ചെയ്യുക, അതിനെ വീണ്ടും സാമ്പത്തികം ഉപയോഗപ്രദമാക്കുക, തിരിച്ചു വന്ന് അച്ഛനെയും അമ്മയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുന്ന പരിസ്ഥിതി ഈ നാട്ടിൽ വളർത്തിയെടുത്ത് തിരിച്ച് നാട്ടിലോട്ട് വരുന്നതിന് ഒരു 8-10 വർഷമൊക്കെ അമേരിക്കയിൽ പോയി കഴിഞ്ഞവർക്ക് അത്തരം ഒരു പ്രേരണ കൊടുക്കുന്നതായിരിക്കും പ്രായോഗികമായിട്ടും ബുദ്ധി. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഭാരതം വികസിക്കുകയാണ്. വികസിത ഭാരതത്തിൽ ഇവർ തിരിഞ്ഞു വരുന്നതുകൊണ്ട് ഇവരെ ഉൾക്കൊള്ളാനും കഴിയും, ഇവരുടെ സേവനം ഉപയോഗിക്കാനും കഴിയും, ഇവർക്കതുപോലെ ഇവിടെ തിരിച്ച് സംഭാവന ചെയ്യാനും പറ്റും രാജ്യത്തിന് വേണ്ടി. ഇത് ഇന്ന് പറയുന്ന കാര്യമല്ല. ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് അന്ന് എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചപ്പം അവരോട് ഞാൻ പറഞ്ഞു, ട്രംപ് ഇപ്പൊ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറയുന്ന ട്രംപിന്റെ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റം കൊണ്ട് അമേരിക്കയ്ക്ക് പരിമിതികൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ വേണം എന്നാവശ്യപ്പെട്ടപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ ഇത്തിരി മോശമാണല്ലോ. അന്ന് അവരോട് കാര്യം പറഞ്ഞു, ഇതേ ആവശ്യങ്ങൾ ട്രംപിന് ശേഷം മറ്റാരെങ്കിലും ഒന്നുകൂടെ സൗമ്യമായി പറഞ്ഞ് നടപടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമായിരിക്കും. അത് മറക്കാതിരിക്കണം. ഇപ്പൊ തന്നെ ട്രംപ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പൗരസമൂഹത്തിൽ നല്ലൊരു ഭാഗം അദ്ദേഹത്തോടൊപ്പമാണ്. നമ്മൾ കരുതുന്ന പോലല്ല. അവിടെ തെരുവിൽ കഴിയുന്നവരുടെ വലിയൊരു സമൂഹമുണ്ട്, പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ കാണും. അനധികൃതമായി കുടിയേറുന്നവരുൾപ്പെടെ ഇങ്ങനെ തെരുവിൽ കഴിയുന്നവരും പട്ടിണി കഴിയുന്നവരൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാതെ പോയി വോട്ട് ചെയ്യാവുന്ന പരിതസ്ഥിതി ഉള്ളതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തെ തന്നെ ഈ കുടിയേറുന്നവരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴത്തേക്ക് അതിന് ഹിസ്റ്റോറിക്കലായിട്ടൊരു കറക്ഷന് ട്രംപ് ഇടപെടുന്നത് ചിലപ്പം നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ കാര്യം പറയുമ്പം 2ാം മഹായുദ്ധത്തിൽ ജപ്പാൻ അമേരിക്കക്കെതിരെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിൽ അന്ന് അമേരിക്കയിലെ പ്രധാനപ്പെട്ടൊരു ജനസമൂഹമായിരുന്നു ജപ്പാൻകാരുടേത്. അവരെ കയ്യിൽ എടുക്കാൻ കഴിയുന്ന ഇഷ്ടംപോലെ സാമ്പത്തിക സാഹചര്യമൊക്കെ ഉണ്ടാക്കിയവരാണ്. കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു ബ്രീഫ് കേസിനകത്ത് ഒതുങ്ങുന്നതും കൊണ്ട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു വിട്ടവരവര്. ഇതെന്നും അമേരിക്കയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ഇതുപോലെ തിരിച്ചാളുകളെ പറഞ്ഞു വിട്ടുവിടുന്നത്. അങ്ങനെ വരുമ്പം, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അതിനെ പോകുമ്പോഴേ കരുതിയിരിക്കുന്നവരാ മിടുക്കന്. ഏത് മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയാലും മരം കയറ്റമാണ് മത്സരമെങ്കിൽ ഇറങ്ങി താഴെ വന്നിട്ട് സമ്മാനമുള്ളൂ. ഒന്നുകൂടെ മനസ്സിലാക്കണം. പരിമിതമായ സമയത്തിൽ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ നിങ്ങൾ സമ്പാദിക്കുകയും അവിടെ ജീവിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതിൽ നിന്നുണ്ടാകുന്ന എക്സസ് ഇൻകം, അധിക വരുമാനം, അത് അവിടെ ജീവിച്ചാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ആ തുക ഭാരതത്തിൽ കൊണ്ടുവന്നാൽ, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ഒരു മാസം വരുമാനവും 9 ലക്ഷം രൂപ ചെലവുള്ള ആളാണ് അമേരിക്കയിൽ ജീവിക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നും 1 ലക്ഷം രൂപ മാസം ഉണ്ടെങ്കിൽ ഭാരതത്തിൽ കഴിയാൻ ബുദ്ധിമുട്ടില്ല. ആ പണത്തിന്റെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ തരൂർ ഇപ്പൊ പറയുന്ന പോലെ അമേരിക്കയിലെ പ്രവാസികൾ ഒന്നിച്ചുകൂടി നിന്ന് അവിടെ ബഹളം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയിലെ പൊതുജനാഭിപ്രായത്തെ മാറ്റാൻ ശ്രമിക്കണമെന്നും അങ്ങനെ അമേരിക്കയുടെ മനോഭാവത്തെ മാറ്റണമെന്നും ആഗ്രഹിക്കുന്നത് കൊള്ളാം. അത് ഏറ്റവും നകാരാത്മകമായ നെഗറ്റീവായ ഒരു സമീപനമായിരിക്കും. അതിന് നല്ലത് ശരി, കിട്ടിയ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കിട്ടിയ സാഹചര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്
മെച്ചപ്പെട്ട സാഹചര്യം ഭാരതത്തിനുള്ളിൽ നേടിക്കൊണ്ട് തിരിച്ചു വരാൻ തയ്യാറാവുക, ഇവിടെ സംരംഭങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക. അതിനോടൊപ്പം തന്നെ അമേരിക്ക മൊത്തമായി വാതിലടയ്ക്കുകയല്ല, കൂടുതൽ സാങ്കേതികത ആവശ്യമുള്ള മേഖലകളിലേക്ക്, അതായത് കൂടുതൽ മിടുക്കന്മാരെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യശേഷിയെ, നമ്മൾ അമേരിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കർമ്മശേഷിയെ കൂടുതൽ പഠനം കൊണ്ടും അറിവ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടും വർദ്ധിപ്പിക്കുക. അമേരിക്കയ്ക്ക് വേണ്ടെന്ന് പറയാൻ തോന്നില്ലാത്ത തരത്തിലുള്ള മികവുള്ള ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും എക്കണോമിസ്റ്റിനെയും എല്ലാ മേഖലകളിലും വൈദഗ്ധ്യം നിറഞ്ഞവരെയും അങ്ങോട്ട് കയറ്റിവിടാൻ നോക്കുക. പിന്നെ ടാരിഫിൻ്റെ കാര്യം പറഞ്ഞു, അതിലും അക്കാര്യത്തിനും എൻ്റെ പ്രതീക്ഷ അധികം താമസിക്കാതെ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം നമ്മൾ എല്ലാം ചർച്ച ചെയ്യാൻ സമയമില്ലെങ്കിലും അധികമായിട്ടുള്ള 25% എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിലാണ്. നിതാന്തമായി തുടരാൻ പോകുന്നൊന്നുമില്ല. അതെങ്കിലും ഏതായാലും മാറുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഭാരതം ഇന്ന് വേൾഡ് ബാങ്കിൻ്റെ കണക്കിൽ നമ്മുടെ GDP-യുടെ സാധ്യത 6.2 നിന്ന് 6.6 വളർത്തിയിരിക്കുക. ഈ സാഹചര്യം എല്ലാം വന്നാലും ഭാരതത്തിൻ്റെ വളർച്ചയും ഭാരതത്തിൻ്റെ ഭാവിയും സുരക്ഷിതമാകുന്ന സാമ്പത്തിക വികാസത്തിൻ്റെ ഒരു സാഹചര്യം നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന് ഭയപ്പെടാനൊന്നുമില്ല. താൽക്കാലികമായിട്ട് വരുന്ന തിരിച്ചടികളെ പ്രതിരോധിച്ചുകൊണ്ട് അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ട്രംപ് പറയുമ്പം മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നും അമേരിക്കയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ലോകത്തെയും വികസിപ്പിക്കാമെന്നുള്ള സന്ദേശം ഒരു തടസ്സവും കൂടാതെ, ഒരു തരത്തിലുള്ള ബ്രേക്കുമില്ലാതെ അത്തരത്തിൽ പറയുക, അങ്ങനെ പ്രവർത്തിക്കുക. അതിന് വലിയ അത്ര വരെ കാത്തിരിക്കാൻ സമയമില്ലെങ്കിൽ ഡോക്ടർ ശശി തരൂര് അദ്ദേഹത്തിൻ്റെ മകനോട് പ്രേരിപ്പിച്ചിട്ട്, മകനോട് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു പ്രതിരോധ പ്രസ്ഥാനം, ഒരു ഭാരതാനുകൂല പ്രതിരോധ പ്രസ്ഥാനം തുടങ്ങി വെക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.